കുണ്ടറയിൽ മത്സരം കടുപ്പിക്കാൻ BJP. ഇത്തവണ കളത്തിലിറക്കിയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റോബിൻ രാധാകൃഷ്ണനെയാണ്. മണ്ഡലത്തിൽ റോബിന്റെ താരപ്രഭാവം വോട്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഈ റോബിൻ രാധാകൃഷ്ണന് രാഷ്ട്രീയത്തിലൊക്കെ എത്രത്തോളം പരിചയമുണ്ട് എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായി ഉയർന്നിരുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഹോട്ട്സ്റ്റാറിൽ വോട്ട് കിട്ടുന്നത് പോലെ അല്ലല്ലോ തെരഞ്ഞെടുപ്പിന് ആദ്യമായി കന്നിയംഗത്തിനിറങ്ങുമ്പോൾ ജനങ്ങളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വോട്ട്. റോബിന്റെ പ്രചാരണമൊക്കെ എങ്ങനെ പോകുന്നു? എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ ഇൻഫ്ലുവൻസർക്ക്? അതായത് റോഷ്നി, ഈ കുണ്ടറ മണ്ഡലത്തെ സംബന്ധിച്ച് PC വിഷ്ണുനാഥ് സിറ്റിംഗ് MLA ആണ്, UDF സ്ഥാനാർത്ഥിയാണ്. ഒപ്പം തന്നെ CPM-ൽ നിന്ന് LDF-ൽ നിന്ന് SL സജികുമാർ. അങ്ങനെ രണ്ട് വൻമരങ്ങളുണ്ട്. ഈ രണ്ട് വൻമരങ്ങളെ നേരിടാൻ ഇത്തവണ BJP എന്തായാലും തുറുപ്പ് ചീട്ടാക്കി ഇറക്കിയിരിക്കുന്നത് റോബിൻ രാധാകൃഷ്ണനെയാണ്. സമൂഹ മാധ്യമങ്ങളിൽ നിറസാന്നിധ്യമാണ്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിട്ടുണ്ടാകും. ഒപ്പം തന്നെ ഈ ചില ചാനൽ പരമ്പരകളിലൊക്കെ തന്നെ വലിയ വിജയമാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉണ്ടായി വലിയ തോതിൽ ജനസ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ എന്തായാലും NDA ഇവിടെ സ്ഥാനാർത്ഥിയാക്കി എത്തിയിരിക്കുന്നത്. റോബിൻ നമ്മോടൊപ്പം തന്നെയുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് BJP-യിൽ ചേരുന്നത്. പിന്നാലെ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങി. ആദ്യ തെരഞ്ഞെടുപ്പിൽ എന്താണ് പ്രതീക്ഷ? വിജയം മാത്രം, ഉറപ്പായിട്ടും. കാരണം കഴിഞ്ഞ 5 വർഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു അത്യാവശ്യം സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ കുടിവെള്ളം ഇല്ല എന്നുള്ള ഒരു പരാതി എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ പരാതി എന്തുകൊണ്ടാണ് വരുന്നത്? ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു MLA പുള്ളിക്കാരൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. ബേസിക് കാര്യമാണ് വെള്ളം, കുടിവെള്ളം എന്നുള്ള കാര്യം. കുടിവെള്ളം മാത്രമല്ല, നോർമലി ഉള്ള വെള്ളം പോലും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് കിട്ടുന്നില്ല. എതിരാളികളെ നോക്കുന്ന സമയത്ത് അവർ ശക്തരാണ്. ഇപ്പോൾ LDF-ന്റെ ആവട്ടെ കോൺഗ്രസിൻ്റെ ഒക്കെ ശക്തരാണ്. കുറേ വർഷമായി രാഷ്ട്രീയത്തിലുള്ള ആളുകളാണ്. റോബിൻ ഒരു പുതിയ ആളാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് മത്സരം എങ്ങനെയുണ്ട്? കടുക്കുന്നുണ്ടോ? അവരെ എനിക്ക് വലിയ എതിരാളികളായിട്ട് തോന്നുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇൻ കേസ് അവരവരുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ വിജയിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. ഈ പണ്ട് ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഒരുപാട് വോട്ടുകൾ, ഹോട്ട്സ്റ്റാറിൽ ഒരുപാട് വോട്ടുകൾ സ്കോർ ചെയ്തെന്ന് ജയിച്ചതാണ്. അന്ന് ഒരുപാട് എതിർപ്പുകളെ മറികടക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ടെസ്റ്റ്, അതുപോലൊരു ടെസ്റ്റ് കുണ്ടറയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ മാത്രമാണ്. അതല്ല ഒരിക്കലും പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇത് ജനങ്ങളുടെ ഇടയിലുള്ള നമ്മുടെ നാടിൻ്റെ ഒരു റിയാലിറ്റിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരിക്കലും ഒരു ഷോ ആയിട്ട് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ അതിലെ വോട്ട് അതൊന്നും അല്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കും നമ്മുടെ നാടിൻ്റെ ഡെവലപ്മെൻറ്റിനും ഇവിടെ എന്തൊക്കെ പോരായ്മകളുണ്ടോ അതൊക്കെ നമുക്ക് പരിഹരിക്കാനും, അതേപോലെ ഏതൊക്കെ രീതിയിൽ നമ്മുടെ മണ്ഡലം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാ സെക്ടറിലും, അത് ഹെൽത്ത് സെക്ടർ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും. കുണ്ടറ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അടച്ചു പോയിട്ടുണ്ട്, പൂട്ടി പോയിട്ടുണ്ട്. റോബിൻ പറയുന്നത് വികസിത കേരളത്തിനായി വോട്ടെന്ന് BJP പറയുമ്പോൾ വികസിത കുണ്ടറയ്ക്കായി ഒരു വോട്ട് എന്നാണ് റോബിൻ രാധാകൃഷ്ണൻ ആവശ്യപ്പെടുന്നത്.